ആദ്യമായി ഒരു ഇന്ത്യൻ താരം നേടുന്ന കിരീടം. ആ കിരീടത്തിനൊപ്പം ലഭിക്കുന്ന സമ്മാനത്തുകയാകട്ടെ 47 ലക്ഷം രൂപയും. സെന്റ് ലൂയിസ് ട്രാപ്പിഡ് ആൻഡ് ബ്ലീഡ്സ് കിരീടം ചൂടിയിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാന താരമായ ആർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ ഒരു റൗണ്ട് ശേഷിക്കെയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. കരിയറിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ഈ കിരീടം നേടുന്നത്. 47 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഉസ്ബെക്കിസ്ഥാന്റെ യാവോഖിർ സിന്ത്രോവിനെ പിന്നിലാക്കി 23.5 പോയിന്റോടുകൂടിയാണ് പ്രജ്ഞാനന്ദ ഒന്നാമതെത്തിയത്. 22 പോയിന്റാണ് ഉസ്ബെക് താരം നേടിയത്. റാപ്പിഡിലെ വിജയം ബ്ലീഡ്സിലും ആവർത്തിച്ച 20കാരൻ ഒരു ഗെയിം മാത്രമാണ് പരാജയപ്പെട്ടത്. ആകെ നേടാവുന്ന 18 പോയിന്റിൽ 11.5 പോയിന്റും ഇന്ത്യൻ താരം നേടി. 20.5 പോയിന്റോടെ അമേരിക്കയുടെ ഗ്രാൻഡ് മാസ്റ്റർ വെസ്ലി സോയാണ് മൂന്നാമതെത്തിയത്. ഇതോടെ ഗ്രാൻഡ് ചെസ് ടൂറിൽ 2ാം സ്ഥാനത്തെത്താനും പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു. ഈ വർഷം അവസാനം നടക്കുന്ന ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിലേക്കുള്ള താരത്തിന്റെ സാധ്യതകളും ഇത് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ജൂണിൽ നോർവേ ചെസ് കിരീടം നേടി പ്രജ്ഞാനന്ദ ചരിത്രം എഴുതിയിരുന്നു. ഫൈനൽ റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ചായിരുന്നു കിരീട നേട്ടം. ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസൺ, നിലവിലെ ലോക ചാമ്പ്യൻ ഡൊമരാജു ഗുഗേഷ്, അലിറേസ ഫിറോസ് ജ, വെസ്ലി സോ, വിൻസെന്റ് കീമർ എന്നീ ലോകോത്തര താരങ്ങളെ മറികടന്നാണ് പ്രജ്ഞാനന്ദ ആദ്യമായി നോർവേ ചെസ് കിരീടം ഇന്ത്യയിൽ എത്തിച്ചത്. ഇതിന് പിന്നാലെ തമിഴ്നാട് സർക്കാർ ഇന്ത്യൻ താരത്തിന് 50 ലക്ഷം രൂപ പാരിതോഷികവും നൽകി. ലോക ചെസ്സിലെ അനിഷേധ്യ രാജാവായ മാഗ്നസ് കാൾസനെ സ്വന്തം മണ്ണിൽ വീഴ്ത്തിയ പ്രജ്ഞാനന്ദ ചെസ് ലോകത്തിന് ഒരത്ഭുതമായി മാറുകയായിരുന്നു. നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക 1-ാം നമ്പർ താരത്തെ 2 തവണയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അടിയറവ് പറയിച്ചത്. ഒരു വർഷം ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാൾസനെ 2 തവണ തോൽപ്പിക്കുന്ന ഏക താരമായി ഇതോടെ 20കാരനായ പ്രജ്ഞാനന്ദ മാറിയിരുന്നു. ഇന്ത്യൻ ചെസ്സിന്റെ സുവർണ കാലഘട്ടമാണിത് എന്ന് തെളിയിക്കുന്നതാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടങ്ങളെല്ലാം. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയുടെ പതാകയേന്താൻ കരുത്തരായ പുതിയ തലമുറ രംഗത്തെത്തി എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെ പരാജയപ്പെടുത്തുക എന്നത് മുൻനിര താരങ്ങൾക്ക് പോലും വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ കൃത്യവും ആസൂത്രിതവുമായ നീക്കങ്ങളിലൂടെ കാൾസന്റെ പ്രതിരോധം പാടെ തകർക്കാൻ പ്രജ്ഞാനന്ദയ്ക്ക് സാധിച്ചു. ലോക 1-ാം നമ്പർ താരത്തെ വീഴ്ത്തിയതോടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിച്ചു. ഓരോ ടൂർണമെന്റിലൂടെയും അപാരമായ കളിക്കരുത്താണ് പ്രജ്ഞാനന്ദ തുടർച്ചയായി കാണിച്ചത്. ലോക ചാമ്പ്യൻഷിപ്പ് വേദികളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇന്ത്യൻ താരത്തിന് കഴിഞ്ഞു. ലോക ചെസ്സിലെ വമ്പന്മാർ വലിയ പ്രാധാന്യത്തോടെ കാണുന്ന ടൂർണമെന്റാണ് നോർവേ ചെസ്. അവിടെ കാൾസനെ മറികടന്ന് മുന്നേറുന്നത് അന്താരാഷ്ട്ര തലത്തിൽ റാങ്കിംഗ് അതിവേഗം ഉയർത്താനും സഹായിക്കും. ആധുനിക ചെസ് ലോകത്ത് ഇന്ത്യയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് കാൾസനെതിരായ ഈ ഐതിഹാസിക ജയം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സുപ്രധാന ടൂർണമെന്റുകളിലെല്ലാം മികച്ച വിജയങ്ങളാണ് ഇന്ത്യൻ താരങ്ങൾ നേടുന്നത്. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും എതിരാളിയുടെ അടുത്ത നീക്കം മുൻകൂട്ടി കാണാനുമുള്ള പ്രജ്ഞാനന്ദയുടെ പ്രതിഭ വിസ്മയകരമാണ്. ഇപ്പോഴിതാ സെന്റ് ലൂയിസ് ട്രാപ്പിഡ് ആൻഡ് ബ്ലീഡ്സ് കിരീടം ചൂടിക്കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുകയാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ രമേശ് ബാബു പ്രജ്ഞാനന്ദ ജനിക്കുന്നത് 2005 ഓഗസ്റ്റ് 10-നാണ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 5ാമത്തെ താരമാണ് പ്രജ്ഞാനന്ദ. 2016-ൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മാസ്റ്റർ പദവി സ്വന്തമാക്കുമ്പോൾ പ്രജ്ഞാനന്ദയ്ക്ക് പ്രായം 10 വർഷവും 10 മാസവും 19 ദിവസവുമായിരുന്നു. ഇതിനു മുൻപേ തന്നെ 2013-ൽ 8 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള ചെസ് ടൂർണമെന്റിൽ ചാമ്പ്യനായ ഈ ബാലൻ 7ാം വയസ്സിൽ ഫിഡെ മാസ്റ്റർ പട്ടവും നേടി. തമിഴ്നാട്ടിലെ പാടി സ്വദേശിയും ബാങ്ക് ജീവനക്കാരനായ രമേശ് ബാബുവിന്റെയും നാഗലക്ഷ്മിയുടെയും മകനായ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിയും ഇന്റർനാഷണൽ മാസ്റ്ററാണ്. ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് തൊട്ടടുത്താണ് വൈശാലി ഇപ്പോൾ. RB രമേശാണ് പ്രജ്ഞാനന്ദയുടെയും വൈശാലിയുടെയും പരിശീലകൻ. ഇന്റർനാഷണൽ മാസ്റ്ററായ തന്റെ സഹോദരി വൈശാലി രമേശ് ബാബുവിൽ നിന്നാണ് തനിക്കും ചെസ്സിനോട് താല്പര്യമുണ്ടായതെന്ന് പ്രജ്ഞാനന്ദ പറയും.